അവിടെ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഒരു കച്ചവടക്കാർക്ക് കൃത്യമായിട്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല. കോർപ്പറേഷന് കൃത്യമായിട്ട് ഒരു ഗൂഢാലോചന ഇല്ലേ? ഇതിന്റെ അകത്ത് കുത്തക മുതലാളിമാരായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ട്. ഇവിടെ നമ്മളെ പാവപ്പെട്ട വ്യാപാരികളെ തൊഴിലാളികളെ കൂടി ഇറക്കിയിട്ട് ഇവിടെ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഏറ്റവും വലുത് ഭൂമാഫിയ ഉണ്ട് ഇതിന്റെ അടുത്ത്. ഇതിന്റെ ഉള്ളില് കൃത്യമായിട്ട് ചെയ്യുന്നത് ഭൂമാഫിയാണ്. കാരണം കണ്ണായ സ്ഥലമാണ് പാളയം പച്ചക്കറി മാർക്കറ്റ്. ഈ കൃത്യമായിട്ട് പറഞ്ഞ കോർപ്പറേഷന്റെ അകത്തുള്ള ഈ ഭരണാധികാരികളെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രവർത്തനം ഗുണ്ടായിസം എന്ന് പറയാം. ഒരു 100-200 രൂപയുടെ ഒരാഴ്ചത്തെ പച്ചക്കറി ഇവിടെ വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട് ഈ മാർക്കറ്റിനകത്ത്. നമസ്കാരം. കോഴിക്കോട് പാളയം മാർക്കറ്റ് കല്ലത്താൻ കടവിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരായിക്കൊണ്ട് തൊഴിലാളികളും വ്യാപാരികളും എല്ലാം ഇന്ന് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി സമരങ്ങൾ നടത്തിയിട്ടും അത് ഫലം കണ്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അവർ ഇത്തരത്തിലൊരു നിരാഹാര സമരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. 48 മണിക്കൂർ ആണ് ഈ നിരാഹാര സമരം ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇവർ നടത്തി. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് നിരാഹാരം ഇരിക്കുന്ന സമരഭടന്മാരാണ്. ചേട്ടാ, ഇപ്പൊ ഇങ്ങനെ ഒരു നിരാഹാര സമരത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനം എന്തായിരുന്നു? കോഴിക്കോട് കോർപ്പറേഷന്റെ തൊഴിലാളി വിരുദ്ധ വ്യാപാരി വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ. കാരണം ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് നിലവിൽ ഇവിടെ തന്നെ പല ആധുനിക സൗകര്യത്തോട് കൂടിയിട്ട് നിലനിർത്താനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് പാളയം പച്ചക്കറി മാർക്കറ്റിനകത്തുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പാളയം പച്ചക്കറി മാർക്കറ്റിന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു 2 ഏക്കറോളം സ്ഥലമുണ്ട്. ഇത് കൃത്യമായിട്ട് ഒരു വികസനത്തിന്റെ ഭാഗമാണെങ്കിൽ അത് ഏറ്റെടുത്തിട്ട് പല വികസനങ്ങളും ഇവിടെ തന്നെ നടത്താം. പക്ഷെ ഇതൊന്നല്ല. കോഴിക്കോട് കോർപ്പറേഷന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം കുത്തക മുതലാളികൾക്ക് ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് ഇരിക്കുന്ന സ്ഥലം, ഈ ലാൻഡാണ് ഓരോ ഇത് ഏറ്റവും വലിയ. ഇതിനു വേണ്ടിയിട്ടാണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് വലിയൊരു സംശയം ഉണ്ടാക്കിയിട്ട് അതിൽ കൃത്യമായിട്ട് ഇവിടുത്തെ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അവിടെ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ട് ഒരു എന്താ പറയാ, ഒരു കച്ചവടക്കാർക്ക് കൃത്യമായിട്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ല. ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് എല്ലാവരും കണ്ടതല്ലേ? ഇപ്പൊ ഇത് ഇവിടെ എവിടെയാണ് ഒരു NIT സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു ഡബിൾ ലെയർ കെട്ടിടമുള്ളത്. ഇവിടെ ഒക്കെ ഗ്രൗണ്ട് ഫ്ലോർ കെട്ടിടമാണ്. ഇതിൽ എടുത്തു പറയാനുള്ളത് ഒരു കെട്ടിടമല്ലേ കിണറിന്റെ ആ ഭാഗത്തായിട്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരു അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പൊ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് പറിച്ച് കല്ലത്താൻ കടവിലേക്ക് തടാൻ കോർപ്പറേഷൻ ഒരുങ്ങുന്നത്. നിങ്ങൾ നിരവധി സമരങ്ങൾ നടത്തിയല്ലോ, പക്ഷെ എന്നിട്ടും എന്താണ് കോർപ്പറേഷന് കൃത്യമായിട്ട് ഒരു ഗൂഢാലോചന ഇല്ലേ? ഇതിന്റെ അകത്ത് കുത്തക മുതലാളിമാരായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ട്. ഭൂമാഫിയ, ഏറ്റവും വലുത് ഭൂമാഫിയ ഉണ്ട് ഇതിന്റെ അടുത്ത്. ഇതിന്റെ ഉള്ളില് കൃത്യമായിട്ട് ചെയ്യുന്നത് ഭൂമാഫിയാണ്. കാരണം കണ്ണായ സ്ഥലമാണ് പാളയം പച്ചക്കറി മാർക്കറ്റിനോടനുബന്ധിച്ചുള്ള മേഖലകളും. ഇത് കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ അത് BOT അടിസ്ഥാനത്തിൽ 35 വർഷത്തേക്കാണ് കൊടുത്തത് പാളയം പച്ചക്കറി മാർക്കറ്റ്. ഇപ്പൊ കല്ലത്താൻ കടവ് അതുപോലെ തന്നെ ഇതൊരു 100-199 കൊല്ലത്തേക്ക് ഏതെങ്കിലും കുത്തക മുതലാളിമാർക്ക് ഇത് തീരെഴുതി കൊടുത്തിട്ട് ഇതിൽ നിന്ന് നല്ലൊരു കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ മുൻ മേയറും ഡെപ്യൂട്ടി മേയറും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണസമിതി അംഗങ്ങളും എല്ലാം ശ്രമിക്കുന്നത്. കാരണം തൊഴിലാളികളെ വയറ്റത്തടിച്ചിട്ട് നേതാക്കന്മാരെ ഈ കൃത്യമായിട്ട് പറഞ്ഞ കോർപ്പറേഷന്റെ അകത്തുള്ള ഈ ഭരണാധികാരികളെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രവർത്തനം ഗുണ്ടായിസം എന്ന് പറയാം. ആ ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ സമരവുമായിട്ട് ഇതിവിടെ നിലനിൽക്കുന്നത് വരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ ആയുധം പോലും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് നിരാഹാരമാണ്, സത്യാഗ്രഹമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മളെ എത്തിച്ചത് കോർപ്പറേഷന്റെ ധിക്കാരപരമായ സമീപനമാണ്. ഇന്നത്തെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ഇല്ല. അവിടെ 41-ഉം 35-മാണ്. ഭരണസമിതിക്ക് ആകെയുള്ള 35 അംഗങ്ങളാണ്. അപ്പം ഇവിടെ ഇത്രയും പാരമ്പര്യമായ 66 വർഷം പഴക്കമുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു വ്യാപാരികളെ അവരെ ലൈസൻസ് റദ്ദാക്കുമെന്നും അതേമാതിരി തന്നെ വാടക സ്വീകരിക്കേണ്ടെന്നൊരു നിലപാടെടുക്കുമ്പോൾ അതൊരു നയപരമായ തീരുമാനമാണ്. ആ നയപരമായ തീരുമാനത്തിന് കോർപ്പറേഷൻ കൗൺസിലിന്റെ അംഗീകാരമാണ്. അങ്ങനെ ഒരു അംഗീകാരമില്ലാത്ത ഒരു കൗൺസിലാണ് ഇപ്പം ഇങ്ങനെ ഒരു നടപടിയിലേക്ക് വന്നത്. കഴിഞ്ഞ 5 മാസമായിട്ട് നമ്മളിന്ന് വാടക അവർ സ്വീകരിച്ചിട്ടില്ല.
വാടക ഞങ്ങൾ തപാലിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവരെ നീക്കിവെപ്പായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലൈസൻസ് പുതുക്കില്ല എന്നുള്ള തീരുമാനം ഈ 5 മാസങ്ങൾക്ക് മുൻപുള്ളതാണ്. NITന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ടാണ്. ഇതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതേ NIT കാലിക്കറ്റ് ഇതിനു മുൻപേ നമ്മുടെ BOT അടിസ്ഥാനത്തിലുള്ള KSRTC ബസ് സ്റ്റാൻഡിനെ പറ്റിയിട്ട് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്താ പറഞ്ഞത്? ഇത് എന്നോ പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതാണ്. അതൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ എത്രയെത്ര സ്കൂളുകൾ, കെട്ടിടങ്ങൾ കാലപ്പഴക്കം ചെന്നത് ഇന്നും ബ്രിട്ടീഷുകാർ നിർമ്മിക്കപ്പെട്ട പാലങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ അതൊക്കെ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവർക്ക് പൊളിച്ചു മാറ്റാൻ പറ്റുമോ? അപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ദേശശുദ്ധി? ഇവിടെ നിന്ന് നമ്മളെ പാവപ്പെട്ട വ്യാപാരികളെയും തൊഴിലാളികളെയും കൂടിയിറക്കിയിട്ട് ഇവിടെ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഇത് എന്നോ ഇത് കച്ചവടം ചെയ്യാനുള്ള അച്ചാരം കൈപ്പറ്റിയ കൂട്ടാളികൾ, അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് കേൾക്കാൻ പോലും അവർ ഈ കാലം അത്രയും ശ്രമിച്ചിട്ടില്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ സമരം ചെയ്യാണ്. നമ്മള് ഒരുപാട് ധർണകൾ നടത്തി, സത്യാഗ്രഹം നടത്തി, ഉപവാസം നടത്തി, അതേമാതിരി കുടുംബസമേതം മാർച്ച് നടത്തി, ഉപരോധം നടത്തി. എന്നിട്ട് പോലും ഒരിക്കൽ പോലും ഇവിടെ ജീവിക്കുന്ന ഈ മനുഷ്യന്മാരുടെ പ്രയാസം എന്താണ്, അത് നിങ്ങൾക്ക് പറയാൻ ഞങ്ങളൊരു അവസരം തരാം എന്ന് പറയാൻ പോലും ഈ കോർപ്പറേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പൊ അത്രയും ധിക്കാരപരമായിട്ടുള്ള ഒരു നിലപാടാണ്. കാരണം ഇത് പാർട്ടിനെ വിറ്റ് ജീവിക്കുന്നവരുടെ കാലഘട്ടത്തിലാണ് ഇന്ന് പോകുന്നത്. ആ ഒരു അവസ്ഥ നമ്മൾ മുന്നിൽ കണ്ടു. ഞാനും 10-40 കൊല്ലം CPM വേണ്ടി വർക്ക് ചെയ്ത ആളാണ്. ഈ ഒരു ഒറ്റ വിഷയത്തിന്റെ പേരിലാണ് എന്നെ അവരെ നിഷ്കരണം പുറത്താക്കിയത്, ഒരു വിശദീകരണം പോലും ചോദിക്കാതെ. അപ്പോൾ അങ്ങനെയുള്ള നമ്മളോടൊക്കെ ഇവർ ഈ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നുള്ള കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ സമരം ചെയ്യുന്നത്. ഈ സമരത്തിൽ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പിന്തുണ ഇത് നമുക്ക് ഉണ്ടാവണം. കാരണം ഇത് ഓരോ കോഴിക്കോടുകാരന്റെ സാധാരണക്കാരന്റെ മാർക്കറ്റാണ്, ഒരു പൊതു മാർക്കറ്റാണ്. ഇവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ഇവിടെ നിന്ന് അങ്ങനെ സാധനം വാങ്ങാൻ 30 ഓട്ടോയിൽ കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അവിടുന്ന് തിരിച്ച് 30 രൂപ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. ഒരു 10-200 രൂപയുടെ ഒരാഴ്ചത്തെ പച്ചക്കറി ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട് ഈ മാർക്കറ്റിനകത്ത്. അതിവിടെ നിലനിൽക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അകത്ത് തന്നെ വലിയ വ്യാപാരികളൊക്കെ പുറത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. അവർക്കിത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പോയാൽ അവരെ കാര്യങ്ങൾ ഒന്നും കൂടി മെച്ചപ്പെടും. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വിടുപണി അവർ ചെയ്യുന്നത്. എന്തു തന്നെയായാലും വേണ്ടില്ല, ഇതൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും പൊതുജന മധ്യത്തിന് അവതരിപ്പിക്കണം. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നിങ്ങളെ ആവശ്യപ്പെടും.